ഗുഡ് ഈവനിങ്. അനീതിക്കെതിരെ പ്രതികരിക്കുന്നവരാണോ നിങ്ങൾ? തെറ്റിനെതിരെ വിരൽ ചൂണ്ടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. കേരളത്തിലെ ഗ്രാമങ്ങളിലേക്ക് റിപ്പോർട്ടർ TV ഇറങ്ങുകയാണ്. അനീതിക്കെതിരെ ഒപ്പം തെറ്റിനെതിരെ വിരൽ ചൂണ്ടുന്നവരെ തേടി എന്റെ ചോര തിളയ്ക്കുന്നു. ഇന്ന് കുമരകത്ത് ഐമനം ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ് പ്രേക്ഷകർക്കൊപ്പം തത്സമയം ചേരുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എന്റെ ചോര തിളയ്ക്കുന്നു ഐമനത്ത് നിന്നും തത്സമയം. വെൽക്കം. ഐമനത്തെ ലോകത്തെ അറിയിച്ചത് ഒരു എഴുത്തുകാരിയുടെ വളരെ വിഖ്യാതമായ പുസ്തകത്തിലൂടെയാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ ഉടയ തമ്പുരാൻ എന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്ത ദ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കാം, പക്ഷേ അതനുഭവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് വലിയ വലിയ കാര്യങ്ങളും ജീവിതങ്ങളുമാണ്. ഐമനം പഞ്ചായത്തിലെ 1-ാം വാർഡിലുള്ളൊരു പാലത്തെക്കുറിച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്നത്, അവിടെ നാട്ടുകാർ അവരുടെ ജീവിതത്തിന് വേണ്ടി തൊഴിൽ ചെയ്യാൻ പോകുന്നത് ആ പൊളിഞ്ഞു വീഴാറായ പാലത്തിന് മുകളിലൂടെയായിരുന്നു. അന്ന് പാലം നിർമ്മിക്കാമെന്ന് പഞ്ചായത്ത് ഉറപ്പു നൽകിയെങ്കിലും ഇന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും പാലം പഴയതിനേക്കാൾ ദുർബലമായി. ഐമനം പഞ്ചായത്തിനൊരു പ്രത്യേകതയുണ്ട്. 40 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഐമനത്ത് വെച്ചാണ് ഒരു സിനിമ ചിത്രീകരിച്ചത്. ഐരാവതക്കുഴി എന്നൊരു പഞ്ചായത്ത് ആ സിനിമയിലുണ്ട്. ആ സിനിമ പഞ്ചവടിപ്പാലം എന്ന പേരിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ദുശാസനക്കുരുപ്പുമാരും ശിഖണ്ഡിപ്പിള്ളമാരും ഭരിച്ച ഐരാവതക്കുഴി പഞ്ചായത്തിനെ അനുസ്മരിപ്പിക്കുന്നുണ്ടോ ഐമനം പഞ്ചായത്ത് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് ഐമനത്തേക്ക് ഞങ്ങൾ എത്തുന്നത്. ഐമനം പഞ്ചായത്ത് വാഗ്ദാനം നൽകിയ പാലമെവിടെ സർക്കാരെ, പാലമെവിടെ പഞ്ചായത്തെ എന്നാണ് ചോദ്യം. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമുക്കൊപ്പം എത്തിയിരിക്കുന്ന പഞ്ചായത്തിലെയും ഒപ്പം നാട്ടുകാരെയും നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ സോജി ജെ ആലുംപറമ്പിൽ UDF മുൻ പഞ്ചായത്ത് അംഗം നമുക്കൊപ്പമുണ്ട്. BJPയുടെ പ്രതിനിധി ആന്റണി അറയിൽ BJPയുടെ ഏറ്റുമാനൂർ മണ്ഡലം പ്രസിഡന്റാണ്. ഒപ്പം പഞ്ചായത്തിൻ്റെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് മനോജ് കരീമഠമുണ്ട്. രതീഷ് K. വാസു ബ്ലോക്ക് മെമ്പർ CPM പ്രതിനിധിയും നമുക്കൊപ്പമുണ്ട്. ഐമനം പഞ്ചായത്തിലെ നാട്ടുകാരും നമുക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കുചേരുന്നു. അതിനു മുൻപ് ഞങ്ങളുടെ പ്രതിനിധി PR പ്രവീണ ഈ ഐമനം പഞ്ചായത്തിലെ പാലത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് കഴിഞ്ഞ പ്രഭാത വാർത്തയിൽ കോഫി വിത്ത് തരുണിൽ പ്രേക്ഷകർക്കൊപ്പം എത്തിച്ചു. അത് കാണാത്തവർക്കായി ഒരിക്കൽ കൂടി നിങ്ങൾ കണ്ടുവരൂ. എന്തുകൊണ്ടാണ് ഐമനം പഞ്ചായത്തിൽ എൻ്റെ ചോര തിളയ്ക്കുന്നു എത്തിയത് എന്ന് നിങ്ങൾക്ക് ഈ റിപ്പോർട്ട് കാണുമ്പോൾ മനസ്സിലാവും. റിപ്പോർട്ടിലേക്ക്. പാലം നമുക്ക് ശരിക്കും പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ളതല്ല. ഇവിടെ കുറച്ച് നാട്ടുകാർ കൂടി അത് പണിതാണ്. പക്ഷെ എങ്കിലും നമ്മൾ ഒരു 2 മാസത്തിന് മുന്നേ പഞ്ചായത്തിന്റെ പെറ്റി വർക്കിൽപ്പെടുത്തി 10,000 രൂപ കൊടുത്ത് ആ പാലം നന്നാക്കിച്ചതാണ്. അതാണ് ഇപ്പൊ ആ ഒരു അവസ്ഥയിൽ കിടക്കുന്നത്. എന്തെങ്കിലും കാലതാമസം ഉണ്ടെങ്കിൽ മഴക്കാലം ആവുന്നതിന് മുമ്പ് ആ പാലം നമുക്ക് റെഡിയാക്കി തീർച്ചയായിട്ടും. ഇത് കുമരകം ഐമനം കരീമഠം. തൊട്ടടുത്തൊരു UP സ്കൂളുണ്ട്. അവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന വിശേഷങ്ങളും ഒക്കെ അറിയാൻ വേണ്ടി വന്നതാ. അപ്പം ഞങ്ങൾ ആരുഷിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചു. നമുക്ക് പാലത്തിൽ കയറാം. കയറൂല? അതെന്താ? എന്തിനാ? പാലത്തിൽ നിന്നോ? ആണോ? മോനും പോയോ? ഞാനവിടെ തൂങ്ങിക്കിടന്നതാ. ഇവർ രണ്ടുപേരും അല്ല കേട്ടോ. ഇനി 27 കുട്ടികളാണ് ഇവിടെ തൊട്ടടുത്തൊരു LP സ്കൂളിൽ പഠിക്കുന്നത്. അവർക്ക് പോകാനുള്ള വഴി ഏതെന്ന് കാണണ്ടേ. ഞാൻ ഈ കയറുന്നതൊരു പാലമാണ്. പാലം എന്ന് പറഞ്ഞാൽ വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇതിൻ്റെ തൂണൊക്കെ ദ്രവിച്ച് നിൽക്കുകയാണ്. ഈ ചവിട്ടുമ്പോൾ ഇത് ആടുന്നുണ്ട്. അതായത് എൻ്റെ ചവിട്ടൊന്ന് ബലം കൂടിയാൽ ചിലപ്പോൾ ഞാനും വെള്ളത്തിൽ പോകും. എനിക്ക് നീന്താൻ പറഞ്ഞുകൂടാ കേട്ടോ. അതുകൊണ്ട് എനിക്കും പേടിയുണ്ട്. എൻ്റെ ക്യാമറാമാനും മറ്റേ നമ്മൾ പിച്ച വെച്ച് പഠിക്കില്ലേ, അതുപോലെയാണ് പോകുന്നത്. ഈ പാലത്തിൽ കൂടെയാണ് നോക്കൂ, വിറയ്ക്കുന്നുണ്ട്. ഈ പാലത്തിൽ കൂടെയാണ് ഈ പിഞ്ചു കുട്ടികൾ ജീവൻ പണയം വെച്ച് അവരുടെ വീട്ടിൽ നിന്നും ഈ സ്കൂളിലേക്ക് പോകുന്നത്. പാലം ആരോ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും പഞ്ചായത്തിൽ നിന്ന് യാതൊരു ഇതും വന്നിട്ടില്ല. ഇത്രയും ദിവസമായി. ഇനി സ്കൂൾ തുറക്കാൻ എന്നാ ദിവസം ഇരിക്കുന്നത്? ഞങ്ങൾ എന്തായാലും ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ ആയിട്ട് ഞങ്ങൾ കൊണ്ടുപോയി സ്കൂള് ചേർക്കാനിരിക്കുക. ഇനി ഞങ്ങൾ സ്കൂളിൽ വിടുന്നില്ല. അതായത് ഞങ്ങളിവിടെ തന്നെ കോഫി വിത്ത് അരുൺ ഇവിടെ നമ്മുടെ ഇലക്ഷൻ്റെ സമയത്ത് ഇവിടെ ചെയ്തിരുന്നു.
അപ്പോൾ ആ സമയത്ത് ഇവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൊട്ടടുത്ത് തന്നെയാണ്. അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നത് 6 മാസത്തിനുള്ളിൽ ഈ പാലം മാറ്റും, അല്ലെങ്കിൽ ഈ പാലത്തിന് വേണ്ടത്ര ശക്തി ഒരുക്കും എന്നാണ്. അതിനുശേഷമാണ് 2 കുഞ്ഞുങ്ങൾ ഇതിലേക്ക് വീഴുന്നതെന്ന് ഓർക്കണം. ഈ വാഗ്ദാന ലംഘനമാണ് ശരിക്കും പറഞ്ഞാൽ. അതിനുമപ്പുറം നിങ്ങളുടെ ജീവൻ വച്ചുള്ള, നിങ്ങളുടെ കുട്ടികളുടെ ജീവൻ വച്ചുള്ള കളിയാണ്. ഞങ്ങൾ ഇതുവരെ ആ ഒരു സംഭവം നടന്നിട്ട് ഞങ്ങൾ വിളിച്ച് അങ്ങോട്ട് പറഞ്ഞിട്ട് പോലും അതിനെക്കുറിച്ചൊന്നും ഈ ഇവിടുത്തെ പ്രിൻസിപ്പൾ പോലും നമ്മളോട് തിരക്കില്ല എന്നാണ്. എന്താണ് നിങ്ങൾ പഞ്ചായത്ത് ബന്ധപ്പെട്ട് പറഞ്ഞത്? പഞ്ചായത്ത് പറയുന്നത് ഇത് ഇലക്ഷൻ്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നുണ്ട്, ഇപ്പം അത് പഞ്ചായത്ത് നിർമ്മിക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. എന്നെങ്കിലും ഒരു വിദേശ മലയാളികളും മീഡിയാസിൻ്റെ ഒരു കൂട്ടായ്മയിൽ കൂടി പാലം പണിത് തരാമെന്ന് അവർ ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് പഞ്ചായത്തിൻ്റെ ഒരു അനുമതിയാണ് വേണ്ടത്. പഞ്ചായത്ത് നിങ്ങൾ ചെയ്യുന്നത് കുട്ടികളോടുള്ള ദ്രോഹമാണ്. നീതി നിഷേധം എന്നതിനപ്പുറം കുഞ്ഞുങ്ങളുടെ ജീവൻ കയ്യിൽ വച്ചുള്ള കളിയാണ്. അത് അവസാനിപ്പിക്കാനുള്ള നടപടിയാണ് വേണ്ടത്. വാക്ക് പാലിക്കാനായില്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്താതിരിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും പഞ്ചായത്ത് കാണിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ നാട്ടുകാരും. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം. പഞ്ചായത്ത് ഭരിക്കുന്നത് ഇപ്പോൾ ഇടതുമുന്നണിയാണ്. CPIയുടെ വൈസ് പ്രസിഡന്റ് മനോജ് കരിമഠം നമുക്കൊപ്പം ചേരുന്നുണ്ട്. മനോജ് കരിമഠം, ഈ റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗത്ത് ഞാൻ തന്നെ മനോജ് കരിമഠത്തെ വന്ന് കണ്ടപ്പോൾ, മനോജ് കരിമഠം എത്രയും പെട്ടെന്ന് ഈ പാലത്തിന്റെ പണി നടത്തിത്തരാം എന്ന് TV ചാനലിലൂടെ ഐമനം പഞ്ചായത്തിൽ ഉള്ളവർക്ക് ഉറപ്പ് കൊടുത്തതാണ്. എന്തുകൊണ്ടാണ് ഇപ്പോഴും ആ പണി നടക്കാതെ പാലം ദുർബലാവസ്ഥയിൽ തുടരുന്നത്? തീർച്ചയായും നമ്മൾ അന്ന് റിപ്പോർട്ടർ ചാനലുകാർ വന്നപ്പോൾ മിസ്റ്റർ അരുൺകുമാറിനോട് അന്ന് ഉറപ്പ് കൊടുത്തിരുന്നതാണ്. പക്ഷേ നമുക്ക് ഒരു കമ്പനിയുടെ CSR ഫണ്ട് ഉപയോഗിച്ച് ആ പാലം പണിത് തരാം എന്ന് പറഞ്ഞു. നമ്മളെ കൊണ്ട് അവർ എസ്റ്റിമേറ്റ് എടുപ്പിച്ചു. അത് 2 രീതിയിലാണ് എസ്റ്റിമേറ്റ് എടുത്തത്. ഒന്ന് വാർക്കപ്പാലവും ഒന്ന് ഇരുമ്പ് ഗർഡർ ഉപയോഗിച്ചുള്ള പാലത്തിനും നമ്മൾ 2 രീതിയിൽ എസ്റ്റിമേറ്റ് എടുത്ത് കൊടുത്തിരുന്നതാണ്. പക്ഷേ നമുക്ക് ദൗർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ അവിടുത്തെ ആ CEO ആണ് നമുക്ക് വാക്ക് തന്നിരുന്നത്. അദ്ദേഹം ആ കമ്പനിയിൽ നിന്നും മാറിപ്പോവുകയും അദ്ദേഹം വേറൊരു കമ്പനിയിലോട്ട് പോയി. തുടർന്ന് വന്ന കമ്പനിയുടെ അധികാരികൾക്ക് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ആ കമ്പനിയിൽ തിരുവനന്തപുരത്ത് പോകുകയും അപേക്ഷ കൊടുക്കുകയും ഒരുപാട് പ്രാവശ്യം വിളിക്കുകയൊക്കെ ചെയ്തെങ്കിലും അവർ അതിൽ നിന്നും പിന്മാറുകയാണ് ഉണ്ടായത്. അതാണ് യഥാർത്ഥ വസ്തുത. ആ പിന്മാറിയ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ഐമനം ഗ്രാമപഞ്ചായത്ത് അല്ല, നമുക്ക് അവർ 6 മാസ കാലാവധിയാണ് അവർ 6 മാസ കാലാവധിയാണ് ഇവിടെ തന്നിരുന്നത്. നമുക്ക് അതിന് ശേഷമാണ് അവർ നടക്കുകയില്ല എന്ന് പറഞ്ഞത്. അതിനനുസരിച്ച് പഞ്ചായത്ത് കൃത്യമായിട്ടും ആ പാലത്തിൻ്റെ അടുത്ത വാർഷിക പദ്ധതിയിൽപ്പെടുത്തി എസ്റ്റിമേറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പ്രസിഡന്റിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ AEനെയും ഓവർസിയറേയും അവിടെ കൊണ്ടുവന്ന് കൃത്യമായിട്ടും ആ പാലത്തിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട്. പൂർണ്ണമായി ഒരു കാർഷിക മേഖലയായിട്ടുള്ള ഒളോക്കിരി, VKV എന്നീ പാടശേഖരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലവും അതോടൊപ്പം തന്നെ സ്കൂൾ കുട്ടികൾക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള പാലവുമാണ്. കർഷകർക്കും ഒക്കെ പ്രയോജനമായിട്ടുള്ള പാലമാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ സാറേ, എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ 2 കുട്ടികൾ താഴെ പോയത് അറിഞ്ഞായിരുന്നോ വൈസ് പ്രസിഡന്റ്? തീർച്ചയായിട്ടും അറിഞ്ഞു. അത് നമുക്ക് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ്. അങ്ങനെ ഉണ്ടാകുവാൻ പാടില്ല. നമ്മളെ സംബന്ധിച്ച് എൻ്റെ നാട്ടുകാരും എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ സ്വന്തം കുട്ടികൾ തന്നെയാണ് അവർ. എനിക്കതിനകത്ത് വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് എസ്റ്റിമേറ്റ് എടുത്ത് ആ പാലം പണിയുവാനുള്ള അടുത്ത വാർഷിക പദ്ധതിപ്പെടുത്തി ഫണ്ട് അനുവദിക്കാനുള്ള തീരുമാനം എടുത്തത്. ആ പാലത്തിലൂടെ കയറി വരുന്ന ആളാണോ? സാഹസികമായി അല്ലല്ല, ഇതിന്റെ തൊട്ടടുത്ത് അതുവഴി കുട്ടികളൊക്കെ വരുന്ന കണ്ടിട്ടുണ്ട്. തീർച്ചയായും. എന്താ പാലത്തിന്റെ അവസ്ഥ? പാലം ഞാൻ 1-2 തവണ ആപ്പാടെ കയറിയിട്ടുള്ളൂ, കാരണം എനിക്ക് പേടിയാ. അപ്പോൾ അതിൻ്റെ നമ്മളിങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോൾ അതിന് ഒരു ഗ്യാപ്പ് ഉണ്ടാവും. പിന്നെ അടുത്ത സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോൾ താഴെ തീർച്ചയായും നമുക്ക് കൈവരിയില്ല, കൈവരിയും ഇല്ല. പിന്നെ ഇങ്ങനെ കയറുമ്പോൾ ആടും. അതിനപ്പുറത്ത് ഏകദേശം എത്ര കുടുംബങ്ങളുണ്ട്? ഞങ്ങൾ മനസ്സിലാക്കിയത് 27 കുട്ടികൾ ആ പാലം കടന്ന് ഇപ്പുറത്തെ സ്കൂളിലേക്ക് വരുന്നുവെന്ന്. തീർച്ചയായും അത്രയും ആൾക്കാരുണ്ടാവും. തെറ്റായ വിവരമാണത്. തെറ്റായ വിവരമാണ്. അത്രയും കുട്ടികൾ 27 കുട്ടികൾ ആ പാലത്തിലൂടെ വരുന്നില്ല. എത്ര കുട്ടികളുണ്ടാവും? ഏകദേശം ഒരു 8 കുട്ടികളോളം വരുന്നുണ്ട്. ആ 8 കുട്ടികളുടെ അവസ്ഥ എന്താ? തീർച്ചയായും വളരെ ദയനീയകരമാണ്. അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് എടുത്ത് കൃത്യമായിട്ടും ടൂറിസം മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് അവിടെ സ്ഥായിയായിട്ടുള്ളൊരു പാലം വേണം. ഇനി യാതൊരു കാരണവശാലും ഒരു കുരുന്നും അവിടെ വീഴുവാൻ, അല്ലെ ഒരു കർഷകരോ ഒരു പൊതുജനങ്ങളോ അവിടെ വീഴുവാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ നല്ല ഒരു വാർക്കപ്പാലം പണിയുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ എസ്റ്റിമേറ്റ് എടുത്തിരിക്കുന്നത്. പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച വന്നു എന്ന് നിങ്ങൾ കരുതുന്നു? അങ്ങനെ വ്യക്തമായിട്ട് പറയാനായിട്ട്
അതായത് ഞാനിപ്പോൾ ശരിക്കും അവിടെ താമസിക്കുന്ന ആളാണ്. ഞാൻ വന്നിട്ട് ഇപ്പോൾ 18 വർഷത്തോളമായി. അപ്പോൾ ആദ്യമത്തെ ടൈമിൽ വരുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ അന്ന് ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. നടന്നു വരുന്ന സമയത്ത് അതായത് നമ്മുടെ കാൽപാദം വെക്കാനുള്ള അത്രയും സ്പേസേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് കരിമഠത്തിൽ. അതിനുശേഷം നാട്ടുകാരുടെ കൂടുതൽ അവരുടെ എല്ലാവരുടെ കൂടി യോജിച്ചുകൊണ്ടാണ് നമ്മൾ ഈ റോഡ് ഉണ്ടാക്കിയത്. അതിനുശേഷം ഒത്തിരി നേരം ഇതായി. പിന്നെ ഈ പറഞ്ഞ പോലെ പാലം, വെള്ളം, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇനി നമുക്ക് വരാനായിട്ടുണ്ട്. കുട്ടികൾ വീണയാണോ? പാലം മോശമാണ് നിലവിൽ. ആ പ്രദേശം വഴി എന്നും രാവിലെയും വൈകുന്നേരം സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ. നിലവിൽ അവിടെ പാലം വരേണ്ടത് തന്നെയാണ്. എന്നുവെച്ചാൽ ആ പ്രദേശത്തെ കുട്ടികൾ കുറച്ച് പേര് അവരുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് കരിമല സ്കൂളിനാണ് ആശ്രയിക്കുന്നത്. അപ്പം പാലം വരണം. പക്ഷേ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു തുടർ പ്രവർത്തനത്തിനുള്ള ഭാഗം അവരുടെ ഭാഗത്തു നിന്ന് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച വന്നിട്ടില്ല. പഞ്ചായത്ത് പിന്നീട് ആരാണത് ചെയ്യേണ്ടത് ഇവിടുത്തെ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് തന്നെയാണ്. ഗവൺമെന്റിന് വീഴ്ച വന്നപ്പോൾ വീഴ്ച വന്നിട്ടില്ല. ഗവൺമെന്റിന് വീഴ്ച വന്നിട്ടില്ല, പഞ്ചായത്തിനും വീഴ്ച വന്നിട്ടില്ല, പക്ഷേ പാലം പണിഞ്ഞിട്ടില്ല. സമ്മതിച്ച് ഈ നിങ്ങൾ 6 മാസം മുമ്പ് റിപ്പോർട്ട് ചെയ്യാൻ വന്നപ്പോൾ ആ പാലത്തിൻ്റെ തൊട്ട് താഴെ തന്നെ അവിടെ പുതിയൊരു കലുങ്കും തൊട്ടപ്പുറത്തോട്ട് ഒരു 15 ലക്ഷം രൂപയുടെ ഇപ്പം കോൺക്രീറ്റും പൂർത്തീകരിച്ച് ഈ പാലത്തിൻ്റെ കാര്യത്തിന് ഇതുപോലെ ഒരു എസ്റ്റിമേറ്റ് എടുത്തിട്ട് അത് നടക്കാതെ വന്നുകൊണ്ടാണ് തീർച്ചയായിട്ടും ആ പാലം പണിയേണ്ടതെന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം. പണിഞ്ഞു കിട്ടണം. എന്താണ് പാലത്തിൻ്റെ അവസ്ഥ? പാലം ശരിക്കും വീഴ്ചയാണോ? പാലം ശരിക്കും വീഴ്ച തന്നെയാണ്. പഞ്ചായത്തിന്റെ വീഴ്ച? പഞ്ചായത്തിന്റെ വീഴ്ച തന്നെ. എന്തുകൊണ്ട്? പഞ്ചായത്തല്ല പണിയണ്ട. ഈ വാർഡുകാരനല്ല, ഈ പാലം ഉപയോഗിക്കുന്ന ആളല്ല, ഈ പാലം ഉപയോഗിക്കുന്ന ആൾക്കാരല്ല. അവര് പഞ്ചായത്ത് വേണ്ടത്ര ഉപയോഗിക്കുന്ന ആൾക്കാരല്ല. കൃത്യമായിട്ട് അവര് ഒരു നിമിഷം പറഞ്ഞു വരാം. അല്ലല്ല, ഒരു നിമിഷം പറഞ്ഞു വരാം. UDFന്റെ പ്രതിനിധികൾ UDFന്റെ പ്രതിനിധി നമുക്കൊപ്പമുണ്ട്. ഈ പഞ്ചായത്തിൽ 10 അംഗങ്ങളാണ് LDFനുള്ളത്. 10 അംഗങ്ങളിൽ 7 അംഗങ്ങൾ നിങ്ങളുടേതാണ്, കോൺഗ്രസിന്റെ അംഗങ്ങളാണ്. ഒരു നിമിഷം മറുപടി നമ്മൾ ചർച്ച ചെയ്യല്ലേ സർ. ഒരു നിമിഷം ഞാൻ വരുന്നു. എന്താണ് കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ ഇക്കാര്യത്തിലെ നിലപാട്? ഈ പഞ്ചായത്ത് ഇങ്ങനെ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷം അക്കാര്യത്തിൽ വേണ്ടത്ര സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടോ? 18 വർഷമായിട്ട് ആ പാലം ഉണ്ടെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 7.5 വർഷങ്ങൾക്ക് മുമ്പ് UDF ഭരിക്കുമ്പോഴും ഐമനം പഞ്ചായത്തിൽ ഈ പാലത്തിന് ഇതേ അവസ്ഥയായിരുന്നു. അന്നും മാറ്റം വന്നിട്ടില്ല. നിങ്ങൾ എന്തു ചെയ്തു എന്ന ചോദ്യവും പ്രസക്തമല്ലേ? ഞാൻ ഐമനം ഗ്രാമപഞ്ചായത്തിൽ 2010-15 കാലഘട്ടത്തിൽ 20-ാം വാർഡിനെ പ്രതിനിധീകരിച്ച ജനപ്രതിനിധിയാണ്. ഒരു നിമിഷം പറഞ്ഞോ. അല്ല, എന്റെ ചേട്ടാ ഒരു നിമിഷം. ഇത് ചർച്ച ചെയ്യേണ്ടത്. ഒരു നിമിഷം. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങളുടെ നാട്ടിലെ പാലത്തിന്റെ കാര്യം സംസാരിക്കാൻ വന്നത് അവര് സംസാരിക്കട്ടെ. ചേട്ടാ അവര് പറഞ്ഞു. അല്ല, ഇതിന് കാര്യം പറയണമെങ്കിൽ വ്യക്തമായി കാര്യം പറയാൻ സാധിക്കും. വ്യക്തമായി ഈ 15 വർഷം മുമ്പുള്ള പാലാണ്. അതിന് മുമ്പ് 3 ടേണ്, 2 വർഷം കോൺഗ്രസ്, 3 വർഷം BDJS ഭരിച്ചോണ്ടിരുന്നിട്ട് പാലയില്ല. 3 വർഷം നോക്കിയാൽ ഈ മനോജിന്റെ പുറത്തോട്ട് കയറുന്ന എന്റെ ചോദ്യം. മറുപടിയല്ല, ഇതിന് കൃത്യമായി അതായത് കാര്യം പറയാൻ ഇവർ അനുവദിക്കുകയില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പറഞ്ഞോളൂ. ഈ 3 വർഷക്കാലത്തെ കാര്യം മാത്രം എടുത്താൽ 18 വർഷം മുമ്പ് പണിതാണ്, 20 വർഷം മുമ്പ് പണിതാണ്. കൈപ്പിഴമുട്ടിൽ ഉണ്ടായിരുന്ന ഒരു താൽക്കാലിക പാലം അവിടെ കൊണ്ട് പുനഃസ്ഥാപിച്ചതാണ് പുതിയ പാലം വന്നപ്പോൾ. അങ്ങനെയാണ്, അല്ലാതെ അവിടെ പുതിയതായിട്ട് പണിതല്ല. അവിടെ എടുത്തത് റിപ്പയർ ചെയ്ത് കൊണ്ട് വെച്ചതാണ്. ഇതിന്റെ വസ്തുതയിലേക്ക് വന്നാൽ ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുമുന്നണി, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇടതുമുന്നണി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CPM, ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് CPM, ജില്ലാ പഞ്ചായത്ത് മെമ്പർ CPM, ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുമുന്നണി, സംസ്ഥാനത്ത് MLA CPM, സംസ്ഥാനം ഭരിക്കുന്നത് CPM, MP CPM ഇടതുപക്ഷം. ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് ഈ കഴിഞ്ഞ 3-3.5 വർഷം മിനിമം, നമ്മൾ 18 കൊല്ലം 20 കൊല്ലം ഒക്കെ ഒത്തിരി പരിദേവനം പറയാനുണ്ടെങ്കിലും
ഈ 3 വർഷം കൊണ്ട് ഇതുവരെ ഇങ്ങനെ റിപ്പോർട്ടർ ടിവിയുടെ ചാനൽ അവതാരകർ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നും ഇത് പണിയെത്തുമില്ല, ഇതിനെക്കുറിച്ച് ആലോചിക്കുക പോലും നിങ്ങളെ പോലുള്ള പ്രതിപക്ഷത്തിന് പിന്നെ എന്താണ് ജോലി? പുറം ലോകത്തെ അറിയിക്കേണ്ടത് നിങ്ങൾ. ഞാൻ വരാം. സോജിത് പറഞ്ഞു തീർക്കട്ടെ. അപ്പോ യാതൊരു നടപടിയും ഇപ്പോ ഇന്നലെ നിങ്ങളുടെ റിപ്പോർട്ടർ ഒരു വാർത്ത എടുത്തപ്പോൾ ഇവിടെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് പറഞ്ഞു അവിടെ പഞ്ചായത്തിന്റെ ഒരു പെറ്റി വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു. എന്ത് പണിയാണ് ആ പാലത്തിൽ ചെയ്തത്? 2 മാസത്തിനുള്ളിൽ ചെയ്തു എന്നാ പറഞ്ഞത്. എന്തെങ്കിലും ഒരു പുതിയ ഒരു പ്രവൃത്തി ചെയ്തത് അവിടെ കാണിക്കാനോ അല്ലെങ്കിൽ ആ വർക്കാരെടുത്തെന്നോ അത് എന്ന് അനുവദിച്ചെന്നോ പണം കൈമാറിയോ എന്നോ വ്യക്തമാക്കേണ്ടത് ഗ്രാമപഞ്ചായത്ത് മെമ്പറും ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമാണ്. തീർച്ചയായിട്ടും ഞാൻ അതിന് മറുപടി പറയാം. എന്തായാലും നമ്മൾ ഇടതുപക്ഷം ഈ വാർഡിൽ ഭരിച്ചത് 3.5 കൊല്ലമേ ആയിട്ടുള്ളൂ. അതിനു മുൻപേ ഇവിടെ BDJS-ന്റെയും അധികാരികളാണ് അവിടെ ഭരിച്ചത്. എന്നിരുന്നാലും എൻ്റെ ബഹുമാനനായിട്ടുള്ള സുഹൃത്ത് പ്രിയപ്പെട്ട സോജി ആലംപറമ്പിൽ പറഞ്ഞത് ഇടതുപക്ഷത്തിനെയാണ് അദ്ദേഹത്തിന് വിശ്വാസം. അതായത് ഗ്രാമപഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ജില്ലാ പഞ്ചായത്തുണ്ട്, സർക്കാരുണ്ട്. അദ്ദേഹത്തിന് നമ്മളെ വിശ്വാസം ആയത് ഞങ്ങൾക്ക് വളരെ ഊർജം പകരുന്നു. നല്ല കാര്യം. ആ വിശ്വാസം തകർത്തു എന്നാണ് സോജി പറഞ്ഞത്. തീർച്ചയായിട്ടും ആ വിശ്വാസം സ്കൂളിന്റെ PTA ആഭിമുഖ്യത്തിലാണ് ആ സ്കൂളിന്റെ ആ പാലത്തിന് മെയിൻ്റനൻസ് വർക്ക് അനുവദിച്ച് ആ ഫണ്ട് മാറിയിട്ടുള്ളത്. കൃത്യമായിട്ടും സ്കൂളിൽ അതിന്റെ ഡീറ്റെയിൽ കൃത്യമായിട്ടും അതിന്റെ കാലപ്പഴക്കം ചെന്ന തടികളെല്ലാം മാറി അതിന് നല്ല രീതിയിലുള്ള ഒരു സഞ്ചാരം ആക്കി തീർക്കുന്ന രീതിയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും. കാലപ്പഴക്കം വന്ന തടികൾ മാറിയിട്ടാണോ രണ്ടുപേരും താഴെ പോയത്? കൃത്യമായിട്ടും അത് കുറെ നാളുകൾക്ക് ശേഷം ഇവിടെ നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അത് ചെയ്തത്. അതിനുശേഷം ഇറങ്ങിയപ്പോൾ ആ കുട്ടി വീണു. അത് നമുക്ക് അതിദാരുണമായ സംഭവം ഗ്രാമപഞ്ചായത്ത് മെമ്പറും വൈസ് പ്രസിഡന്റും അവകാശപ്പെടുമ്പോൾ ആര് ചെയ്തു, എങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ അവിടെ എന്തെങ്കിലും പണികൾ നടന്നിട്ടുണ്ടോ? ഞങ്ങളുടെ പ്രതിനിധി പ്രവീണ എവിടെ പോയി നോക്കിയപ്പോൾ വലിയ രീതിയിലുള്ള വിള്ളലുകൾ തന്നെ ആ പാലത്തിൽ കാണുന്നുണ്ട്. അതായത് ഒന്നും ചെയ്തിട്ടില്ല. പഞ്ചായത്തിൽ രേഖകളുണ്ട്, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. കൃത്യമായിട്ട് പഞ്ചായത്ത് പെറ്റി വർക്ക് വെച്ച് പഞ്ചായത്തിന്റെ ആ പാലത്തിൽ കാണേണ്ടതുണ്ട്. അത് കാണുന്നുണ്ടോ എന്നതാണ് ഐമനം പഞ്ചായത്തിൽ നിന്നാണ് തത്സമയം പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തുന്നത്. ഐമനം പഞ്ചായത്തിലെ 1-ാം വാർഡിലെ പാലം, ആ പാലം പഞ്ചായത്ത് വാഗ്ദാനം നൽകിയതിനു ശേഷവും എന്തുകൊണ്ട് നിർമ്മിക്കുന്നില്ല, ആരുടെ അനാസ്ഥ എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കൊപ്പം കരിമഠം കോളനിയിലെ ആ പഞ്ചായത്തിലെ പാലത്തിലൂടെ പോയി വെള്ളത്തിൽ വീണ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ അമ്മയാണ് അല്ലേ? എന്താ അമ്മയുടെ പേര്? അവന്റെ പേരെന്താ? ഓക്കെ, ആയുഷിന്റെ അമ്മ. ആയുഷിന് എന്താ പറ്റിയത്? വീണ പാലത്തിൽ നിന്ന്? എന്താ പറ്റിയത്? പാലത്തിൽ കൂടെ നടന്നു വന്നപ്പോ വീണു. വെള്ളത്തിൽ വീണോ? നല്ല ആഴമുള്ളതല്ലേ ആ വെള്ളം? എന്നിട്ട് എന്ത് പറ്റി? അവന് ചെറിയൊരു പത പോലെയൊക്കെ അറിയാം. അങ്ങനെ കൈകൊണ്ട് പതച്ചൊക്കെ കിടന്ന്. എപ്പോഴാ വീണ? സ്കൂളിൽ പോയപ്പോഴാണോ കളിക്കാൻ പോയപ്പോഴാണോ? സ്കൂളിൽ പോയപ്പോഴാണോ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? LKG-യിലാണ് പഠിക്കുന്നത് അല്ലേ? അപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ആയുഷ് പോകുന്നു, പാലത്തിൽ കൂടി നടക്കുന്നു. എന്താ പറ്റിയെന്നാ പറഞ്ഞത് മോൻ? പാലം പിടിച്ചപ്പോഴാണോ കാല് വെച്ചപ്പോഴാണോ താഴെ പോയെ? പകുതി എന്നപ്പോ കാല് പടിയെ തട്ടി താഴോട്ട് മറിഞ്ഞു പോവുകയില്ല. കൈവരി പിടിക്കാൻ പറ്റി? ഇല്ല, കൈവരി കുറച്ച് പൊക്കത്തിലാണ്. അപ്പോൾ പാലത്തെ കൈ പിടിക്കാൻ പറ്റിയില്ല, അങ്ങ് താഴെ വീണു. അതാണ് പറ്റിപ്പോയത്. ആയുഷ് കാല് വെച്ചു, പക്ഷേ പിടിക്കാൻ പറ്റിയില്ല, തട്ടി വീണപ്പോൾ കൈവരി ഇല്ലാത്തത് കൊണ്ട് താഴെ പോയി അല്ലേ? പേടിയുണ്ടോ ഇപ്പോൾ കുട്ടിയെ അയക്കാൻ? അതിനുശേഷം പിന്നീട് ഒറ്റയ്ക്ക് അയച്ചിട്ടുണ്ടോ? ഇല്ല, ഒറ്റയ്ക്ക് അയച്ചിട്ടില്ല. ഇപ്പോഴും പാലത്തെ കയറാൻ പേടിയാ. ഇന്നലെ അവർ വന്നപ്പോഴും മുത്താണ് കയറ്റി അക്കരെ ഇറക്കിയത്. ആണ്. അപ്പം ഇപ്പൊ എങ്ങനെ സ്കൂളിൽ പോകാൻ പോകുന്നത്? നിങ്ങൾ ഇപ്പോഴും ആ പാലത്തിൽ കൂടെ തന്നെയല്ലേ പോവാ? ഞങ്ങൾ ഞാൻ സ്കൂൾ മാറുക. ആ സ്കൂൾ മാറാൻ പോവാണ്. ആ പാലത്തെ കൂടെ ഇനി കയറാൻ നിവൃത്തിയില്ല. അതുപോലത്തെ പാലം ഞങ്ങൾ ആ സ്കൂളിലോട്ട് ഇനി ഇല്ല. ആ സ്കൂളിലേക്ക് പോകുന്നത്. പിന്നെ നിങ്ങൾ എവിടെ അയക്കും കുട്ടിയെ? ഇനിയിപ്പോ ഇവിടെ വെച്ചൊരു സ്കൂളിലോട്ട് അയക്കാന്ന് ഓർത്തിരിക്കും. അപ്പൊ അത് ആ പാലത്തിൽ കൂടെ കയറണ്ടേ? ഇല്ല, ആ പാലത്തിൽ കൂടെ പാലവും വേണ്ട, വള്ളത്തിലും കയറണ്ട. ഞങ്ങൾക്ക് നേരെ ഇച്ചിരി നടക്കണമെന്നുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇത് സർക്കാർ സ്കൂൾ ആയിരുന്നില്ലേ? ഇത് അതെ, സർക്കാർ സ്കൂൾ. ഈ വെച്ചൂർ ഇവിടെ ഉള്ളതോ? അതും സർക്കാർ. പക്ഷെ കുറച്ചുകൂടി ദൂരം ഉണ്ടോ? കുറച്ചുകൂടി ദൂരം ഉണ്ട്. എത്ര ദൂരം ഉണ്ടാവും?
ഇപ്പം തൊട്ടടുത്തായിരുന്നില്ലേ സ്കൂള്? ഈ പാലം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും അറിയണ്ടായിരുന്നു. 3:30 പാലം പണിതിരുന്നെങ്കിൽ മോന് തൊട്ടടുത്തുള്ള സ്കൂളിൽ പഠിക്കാമായിരുന്നു. തീർച്ചയായിട്ടും. പാലം പണിയാത്തത് കൊണ്ട് സ്കൂൾ മാറ്റുവാണ് അല്ലേ? അതാണ് അവസ്ഥ. ഓക്കെ. അപ്പോൾ ഇതാണ് രതീഷ പ്രശ്നം. യഥാർത്ഥത്തിൽ നമ്മൾ കരുതുന്നതിലും അധികം ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഒരു കുട്ടിയുടെ പഠനാവകാശത്തെ പോലും ആ പാലം എങ്ങനെയാണ് എതിരായി ബാധിക്കുന്നത് എന്നതിന്റെ തെളിവാണ് ആയുഷ്. അതിന് നമ്മൾ എന്ത് ന്യായീകരണം പറഞ്ഞാലാണ് സാധ്യത? ഞാൻ വരാം സുജി. രതീഷ് മറുപടി സംസാരിക്കോ? നമ്മൾ ഈ ആദ്യം ചോദിച്ച ചോദ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ തന്നെ ഒരു ഉത്തരം പറയാം. നോ ഓർ എസ്, 2 വാക്ക്. ആ ഒറ്റ വാക്കിൽ തന്നെ നമുക്ക് ഉത്തരം പറയാം. പക്ഷേ അതിനു മുമ്പ് നമുക്ക് കുറച്ച് സമയം തരണം. 18 വർഷങ്ങൾക്ക് മുമ്പ് MK ഗോപി, അതായത് ഇപ്പോൾ ഇരിക്കുന്ന വൈസ് പ്രസിഡന്റിൻ്റെ അച്ഛൻ MK ഗോപി, അദ്ദേഹം വാർഡ് മെമ്പറായിരുന്ന സമയത്ത് കൈപ്പനോട്ട് പാലം, ഇന്നത്തെ MP തോമസ് ചാഴിയാണ് അന്ന് നമ്മുടെ മണ്ഡലത്തിലെ MLA ആണ്. അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി ആ പാലം അവിടുന്ന് പൊളിച്ചിട്ട്, കാരണം നമ്മുടെ അയ്മനം പഞ്ചായത്തിൻ്റെ ഒരു ഗ്രാമപ്രദേശം എന്ന ഒരു ഭൂവിസ്തൃതി എന്ന് പറയുന്നത് ഒരു 18 കിലോമീറ്റർ. ഞാൻ പറഞ്ഞോട്ടെ. ഭൂവിസ്തൃതി എന്ന് പറയുന്ന ഒരു 18 കിലോമീറ്റർ അപ്പുറമാണ്. അപ്പോൾ ആ ഭൂവിസ്തൃതിയുടെ അപ്പുറം ഇപ്പുറം എന്ന് പറയുന്നത് ആറുകളെ തമ്മിൽ ബന്ധപ്പെടുത്തിയാണ്. ഞാൻ പറയട്ടെ. പറഞ്ഞതിന് ശേഷം ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞോട്ടെ. സംസാരിക്കാം. അപ്പൊ അങ്ങനെ നിർമ്മിച്ച ആ പാലത്തിന്റെ അവശേഷിപ്പ് കൊണ്ട് നിർമ്മിച്ച പാലമാണ് ഈ കരിയമ്പടം സ്കൂളിന്റെ അടുത്തുള്ളതും അതുപോലെ തന്നെ കരിയമ്പടം സ്കൂളിന്റെ കിഴക്കുവശത്തായിട്ട് കുറച്ച് മാറി ഉണ്ടായ പാലം നമ്മൾ ഒരു 2 വർഷങ്ങൾക്ക് ശേഷം അവിടെ ഒരു നടപ്പാതം പുനഃസ്ഥാപിക്കപ്പെടുകയും അതിനോടൊപ്പം തന്നെ ഈ സ്കൂളിനോട് മാറി തന്നെ 500 മീറ്റർ ചുറ്റളവിൽ തന്നെ വേറെ നടപ്പാതം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ആ പാലത്തിന് വേണ്ടി അന്നത്തെ MLA കുറുപ്പ് 4 ലക്ഷം രൂപ അനുവദിക്കുകയും പഞ്ചായത്തിൽ നിന്ന് ആദ്യത്തെ പാലത്തിന് വേണ്ടി പഞ്ചായത്തിൽ നിന്നുള്ള വിഹിതവും വേൾഡ് വിഷന്റെ വിഹിതമായിട്ടും ശ്രമദാനത്തിന് ഞാൻ പറയട്ടെ, ആ ശ്രമദാനത്തിന്റെ ഫലവുമായിട്ട് അവിടെ 2 പാലം നടപ്പാതെ നിർമ്മിച്ചു കഴിഞ്ഞു. അപ്പം നമ്മളുടെ ഒരു എന്താ പറയുക, അവിടുത്തെ ഒരു കരിയമ്പടത്തെ ഒരു സമഗ്ര വികസനത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു നടപ്പാതയല്ല നമുക്ക് ആവശ്യം. അവിടെ VKVയും അതുപോലെ തന്നെ 900 പാടശേഖരം തമ്മിൽ ബന്ധപ്പെടുന്ന, അല്ലെങ്കിൽ അവരുടെ കാർഷിക ആവശ്യങ്ങൾക്കും അതുപോലെ ഗതാഗത മാർഗത്തിനും മറ്റു തരത്തിലുള്ള ടൂറിസം പദ്ധതിക്കും അനുയോജ്യമായ തരത്തിലുള്ള ഒരു പാലം നിർമ്മിക്കുന്നതിന് ആവശ്യമായ DPR തയ്യാറാക്കാൻ, അതായത് എത്ര വർഷമായി സാർ ഈ ആയുഷിനെ പോലുള്ള കുട്ടികൾ പോകുന്നത് വരെ നിങ്ങൾക്ക് ആന്റണി സംസാരിച്ചിട്ടില്ല. ആന്റണി നോക്കൂ, 18 വർഷം മുമ്പുള്ള പാലമാണ്. അതിലെല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. നിങ്ങളുടെ ഘടകകക്ഷി BDJs പോലും ആ പഞ്ചായത്ത് ഭരിച്ചിട്ടുണ്ട് എന്നാണ്. അവിടേക്കാണ് നമ്മൾ വന്നത്. പറയട്ടെ. ഒരു തുടക്കത്തിൽ തന്നെ മനോജ് ഒരു കഥ പറഞ്ഞു, CSR കഥ പറഞ്ഞ്, അതുപോലെ തന്നെ രണ്ടാമത് രതീഷും 18 വർഷം നമ്മൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഇപ്പം എനിക്ക് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ നടന്ന തിരുത്തണം. കഥയെന്ന് പറഞ്ഞത് തിരുത്തണം. പറയട്ടെ. ഈ പറഞ്ഞ മനോജ് CSR ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ആ നാട്ടുകാരെങ്കിലും ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ലേ? ഇതിനു വേണ്ടി ഞാൻ ഇന്ന രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ, ഈ പാലം ഈ ഒരു അവസ്ഥയിലോട്ട് പോയി കുട്ടികളൊക്കെ വെള്ളത്തിൽ പോയതിനു ശേഷം അവിടെ പുറത്തുനിന്നുള്ള ആൾക്കാർ ആ പാലം പണിയാൻ സഹായമായിട്ട് വരുന്ന സമയത്ത്, ഇതിനു മുമ്പ് ഒരു കഥയുണ്ട്. അനശ്വര മരിച്ച എന്തുകൊണ്ട് താങ്കളുടെ കക്ഷി ഇരുന്നപ്പോൾ അത് പൂർത്തിയാക്കിയില്ല? താങ്കളുടെ കക്ഷി അനശ്വര മരിച്ച ആ സ്ഥലത്ത് തന്നെ സമീപത്ത് തന്നെ ഒരു പാലം പുറത്തുനിന്നുള്ള ആൾക്കാർ പണിത സമയത്ത് തന്നെ അത് മനോജിന് ഭയങ്കര ഇൻസൾട്ടായി മാറി. ആ DD മച്ചാൻ എന്ന് പറഞ്ഞ യൂട്യൂബർ, അപ്പം മനോജ് പല പഞ്ചായത്ത് കമ്മിറ്റി പോലും, പഞ്ചായത്ത് കമ്മിറ്റി ഞങ്ങളുടെ 7 മെമ്പർമാരുണ്ട്. ആ കമ്മിറ്റി പോലും ഇയാൾ പറയുന്നതെന്ന് വെച്ചാൽ 2 ലക്ഷം രൂപ അവർ മേടിച്ച് അവർ കോടിക്കണക്കിന് രൂപ യൂട്യൂബ് വഴി ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിനു വേണ്ടി ഈ പാലത്തിന് ശേഷം ഈ പഞ്ചായത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പുറമേ നിന്നൊരു സഹായം വരുന്ന സമയത്ത് അതിന് പഞ്ചായത്ത് അനുമതി കൊടുക്കത്തില്ല. അവരെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് പലരും മനോജിനെ വിളിക്കുന്ന സമയത്ത് മനോജ് ഫോൺ എടുക്കുന്നില്ല. പിന്നെ മനോജ് ഇടപെട്ടുകൊണ്ട് CSR ഫണ്ട് നിഷേധിക്കുന്നു എന്നാണ് നിങ്ങളുടെ ആരോപണം. പുറമേ നിന്നുള്ള സഹായം പഞ്ചായത്തിന്റെ മലയാളികൾ, ബഹുമാനപ്പെട്ട നമ്മുടെ പ്രവാസി മലയാളികളോ പഞ്ചായത്തിൽ സമീപിച്ചിട്ടില്ല, പഞ്ചായത്തിന്റെ അനുമതി തേടിയിട്ടില്ല. വിരുദ്ധമായിട്ടുള്ള വാർത്ത പ്രചരിപ്പിക്കുന്നത് നമുക്ക് വികസന പ്രവർത്തനങ്ങളൊക്കെ വിലങ്ങുതടിയാകുന്നുള്ള കാര്യം
ഡി ഡി മച്ചാൻ അവിടെ പാലം പണിതപ്പം അതിനെപ്പറ്റി ഭയങ്കര വിമർശനം നടത്തിയ ആളാണ് മനോജ്. അതിനുശേഷം ഈ പറഞ്ഞ മാധ്യമ സുഹൃത്തുക്കൾ ഈ പാലം പണിയാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയ സമയത്ത് പഞ്ചായത്തിന്റെ ആക്സിഡേഷൻ ഇല്ലാത്ത പാലമാണ്. അതുകൊണ്ട് ഇയാൾ അത് നിഷേധിക്കുകയാണ്. കാരണം ആ സ്കൂളിൽ 27 കുട്ടികളെ ഇപ്പം പഠിക്കുന്നത്, 8 കുട്ടികളെ TC മേടിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ആ സ്കൂൾ നിലനിർത്തേണ്ട ആവശ്യം മനോജ് മുൻകൈ എടുത്ത് ആ സ്കൂൾ നിലനിർത്തേണ്ടല്ലേ? ഈ 27 കുട്ടികളിനകത്ത് 10 കുട്ടികളിൽ പോയി കഴിഞ്ഞാൽ 17 കുട്ടികൾ അവിടെ ഉണ്ടാവും. പഞ്ചായത്തിന്റെ മൊത്തത്തിലുള്ള അവസ്ഥ പറഞ്ഞോ. മൊത്തത്തിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ മഹാ കുഴപ്പമാണ്. കുഴപ്പമാണ് തന്നെ ഞാൻ പറയാനിരിക്കുന്നത് എന്റെ കൂടെ ജോലി ചെയ്ത ഒരു കൊച്ചിനാണ് അനശ്വര എന്ന് പറഞ്ഞ കുട്ടി മരിച്ചു പോയത്. ഈ വെച്ചൂര് സ്കൂളിലോട്ട് പോകുന്നത് പോലും അതുവഴി ഈ മഴ പെയ്തു കഴിഞ്ഞാൽ നടന്നു പോരാൻ ഒരു മനുഷ്യർക്കും പറ്റത്തില്ല. എനിക്ക് അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. എന്താ വെച്ചാൽ ഞാൻ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. പക്ഷെ ആ കുഞ്ഞ് അത് മരിച്ചു പോയത് അമ്മയും 2 മക്കളും കൂടെ പോരുന്ന വഴിക്ക് വള്ളത്തേന്ന് വീണ് മരിച്ചത് സ്വന്തം പെറ്ററുള്ള കണ്ടോണ്ട് നിൽക്കുക. അതിന്റെ ഫുൾ സാക്ഷിയായിട്ട് ഞാൻ ഉണ്ടായിരുന്നതാണ്. അത് കാരണം ഒരു കുഞ്ഞുങ്ങളും അതുപോലെ മരിക്കരുത്. അല്ല, ഈ പാലം നിർമ്മിക്കാൻ പുറത്തുനിന്ന് ആളുകൾ സഹായം കൊടുത്തിട്ടും പഞ്ചായത്ത് വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു ആരോപണമുണ്ട്. അത് ശരിയാണ്. അല്ല, അത് ആ പാലം പണിതത് യൂട്യൂബുകാരാണ് പണിതത്. ഇതിപ്പം പണിയുന്നതെന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകാരോ ആരേലും പണിത് ആര് പണിതെന്ന് പറഞ്ഞാലും ആ നിവാസികൾക്ക് പ്രയോജനമായിരിക്കും. പക്ഷെ ഇപ്പൊ പഞ്ചായത്ത് ഇത്രയും കാലമായിട്ട് അത് പണിയാതെ പോകുന്നതിൽ പഞ്ചായത്തിന് വീഴ്ചയുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത്? അതേപറ്റി എനിക്ക് ഒന്നും അതായത് അനശ്വര എന്ന് പറയുന്ന പെൺകുട്ടി വളരെ ദാരുണമായി മരണപ്പെട്ടിട്ട് ഒരു യൂട്യൂബർ വന്നവിടെ പാലം പണിതിട്ടും ഇപ്പുറത്ത് 27 കുട്ടികൾ അപകടകരമായ സ്ഥിതിയിൽ യാത്ര ചെയ്തിട്ടും നിർവികാരമായിരിക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതി, ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി, ഒരു ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി അല്ലെങ്കിൽ ഇവിടുത്തെ മൊത്തത്തിലെ ഭരണ സംവിധാനം നിർവികാരമായി നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കുന്നത്. രണ്ട് ആരോപണങ്ങളാണ്. ഒന്ന്, പുറത്തു നിന്നുള്ള സഹായം വന്നിട്ടും മനോജ് മുടക്കുന്നു. ഒരു നടപടി കൃത്യമായിട്ടും വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് എന്റെ പ്രിയ സുഹൃത്ത് സോജി ഇവിടെ പറഞ്ഞത്. കാരണം ഞാൻ പറയാം കൃത്യമായിട്ടും പഞ്ചായത്തിൽ DD മച്ചാൻ എന്നുള്ള യൂട്യൂബർ വന്നു. എന്റെ ലെറ്റർ പാഡിൽ ഞാൻ അവർക്ക് അനുമതി കൊടുത്തു. അതിന്റെ കോപ്പി എന്റെ കയ്യിൽ പഞ്ചായത്തിൽ ഇരിപ്പുണ്ട്. നാളെ മിസ്റ്റർ അരുൺകുമാറിന് ഞാൻ അത് അയച്ചു തരാം. കള്ളം പ്രചരിപ്പിക്കരുത്. ഞാൻ ഉത്തമനായിട്ടുള്ള ഒരു കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്നവരല്ല. എന്റെ മേലിൽ പാർട്ടിയുടെ അല്ല, പഞ്ചായത്ത് തീരുമാനം എടുത്താണോ നടപ്പിലാക്കിയതാണ് ചോദ്യം. പഞ്ചായത്താണ് അനുമതി കൊടുത്തത്. പഞ്ചായത്ത് അനുമതി കൊടുത്തത്. എന്റെ ലെറ്റർ പാടയിൽ ഞാൻ അനുമതി കൊടുത്തു. കൃത്യമായിട്ടും എന്നാ പിന്നെ ആ പാലം എങ്ങനെയെങ്കിലും നടക്കണ്ടേ? അങ്ങനെയെങ്കിൽ ഇവർക്ക് ഇഷ്ടപ്പെടാതെ വന്നത്. ഞാൻ അതിന് അനുമതി കൊടുത്തതാണ്. എന്റെ ബഹുമാനപ്പെട്ട എങ്ങനെയെങ്കിലും ആ കാര്യം നടന്നോട്ടെ എന്നുള്ളത് കൊണ്ട് ഞാൻ തന്നെയാണ് അതിന് അനുമതി കൊടുത്തത്. അതാണ് എന്റെ ബഹുമാന സുഹൃത്തുക്കൾ. ഈ പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ടും വിദേശത്ത് നിന്ന് സഹായങ്ങൾ വന്നിട്ടും നിങ്ങളത് തടഞ്ഞു എന്നാണ് പ്രധാനപ്പെട്ട ഒരു നിമിഷം. വികസനത്തിനെതിരാണെന്നുള്ളതാണ്. ഒരിക്കലുമില്ല. പറഞ്ഞോ രതീഷ്. ഒരിക്കലുമില്ല. അങ്ങനെ ഒരിക്കലും നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു വികസന പ്രവർത്തനങ്ങൾ തടസ്സം നിന്നിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ DD മച്ചാൻ ഇവിടെ പാലം പണിയുമോ? പണിയത്തില്ല. കാരണം പഞ്ചായത്ത് ഒരു പെർമിഷൻ കൊടുക്കാത്ത പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് ഒരു പാലം പണിയാൻ പറ്റുമോ? എങ്ങനെ പണിയാൻ പറ്റുമോ? എന്താണ് കരിമണത്തെ പഞ്ചായത്തിലെ പാലത്തിന് സംഭവിച്ചത്? പഞ്ചായത്തിലെ പാലത്തിന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആ പാലം മനോജിന്റെ അച്ഛൻ മെമ്പറായിരുന്ന സമയത്ത് അന്നത്തെ MLA സഹായത്തോടു കൂടി പണിത പാലമാണ്. ആ ഒരു പാലം വന്നു കഴിഞ്ഞപ്പോൾ തുടർന്ന് 2 പാലം കൂടി വന്നു. അങ്ങനെ 3 പാലം വന്ന് ഈ 3 പാലം വന്ന് മറ്റേ കിഴക്കേ സൈഡിലെ പാലം ഇപ്പോഴും ആ നാട്ടുകാർ സംരക്ഷിച്ചു പോകുന്നു. ഈ പാലം പണിയേണ്ടത് അത്യാവശ്യമാണ്. അതിന് പഞ്ചായത്തിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണം. ഇന്ന് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിച്ചിട്ടുണ്ട്. അവിടെ ആ പാലം വളരെ അത്യന്താപേക്ഷിതമാണ്. 6 മാസത്തിനുള്ളിൽ പാലം പണിയുന്നതിനുള്ള നടപടി ജനപ്രതിനിധികൾ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്. എവിടെ വന്നാലും നാട്ടുകാരും ജനങ്ങളും പിരിവിട്ട് കരിയുമെടുത്ത് എന്തെങ്കിലും ചെയ്യണം. പഞ്ചായത്തിനോ ഭരണസമിതിക്കോ യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നാണ് അദ്ദേഹം കൂടി. ഇത്ര ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ. ഈ കരിയമടത്തിലേക്ക് വന്ന വികസനം എന്ന് പറയുന്നത് ആദ്യം വന്ന കോലടിച്ചിറ പാലമാണ്. അത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ സഹായത്തോട് 75,000 രൂപ. പിന്നൊന്നും വന്നില്ല. ഈ പാലം നടക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ?
തീർച്ചയായിട്ടും ഞാൻ പറയാം. നിങ്ങൾ ദയവീത് മിണ്ടായിരിക്കുക. ഞാൻ പറയാം. ഈ പാലം പണിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രവാസി മലയാളികളോ ഒരു പത്രപ്രവർത്തകരോ ഈ നിമിഷം വരെ പഞ്ചായത്തിൽ പറയുന്നു. ഞാൻ ആളെ കൊണ്ടുവന്നു, പക്ഷേ വിളിക്കുമ്പോ ഫോൺ എടുക്കത്തില്ല. പഞ്ചായത്തിൽ വിളിച്ചാൽ മറുപടിയില്ല. അതിപ്പോ പണിയുണ്ടായിരുന്ന നിലപാടാണ് ഇവരെടുക്കുന്നത്. ഈ പറയുന്ന ആളുടെ ഈ പറയുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യം ഫണ്ടെടുത്ത് നിരുത്തരവാദമായി ഈ ഭരണസമിതി ആ നാടിനെ അവഗണിക്കുന്നതിന്റെ ബാക്കി പത്രമായത്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഒരു കാരണവശാലും പഞ്ചായത്തിന്റെ അനുമതി തേടി പ്രചരിപ്പിക്കുന്നത്. പഞ്ചായത്തിൽ ബഹുമാനപ്പെട്ട അരുൺകുമാർ തന്നെ നാളെ വരൂ, ആരെങ്കിലും കൊണ്ടുവരൂ, നമുക്ക് ചെയ്യാം. ഈ രണ്ട് ജനപ്രതിനിധികളെ സാക്ഷി നിർത്തിയാണ് അതിന്റെ സമീപത്ത് നിൽക്കുന്ന ആ കുട്ടീനെ 5 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിൽ ചേർക്കാൻ പോകുന്നത്. അതുപോലെ മനോജിന് താല്പര്യം കേട്ടോ, മനോജിന് താല്പര്യം ഈ കാര്യങ്ങളൊന്നും അല്ല. 15 തൊഴിലുറപ്പ് പദ്ധതി 15 ലക്ഷം രൂപ മുടക്കി ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ വെറും മണ്ണടിച്ച് മണ്ണെന്ന് വെച്ചാൽ ചെളി വാരി കോരിയിട്ട് അതിന്റെ മുകളിൽ കോൺക്രീറ്റ് വെറും പച്ച ചെളി പൊതിഞ്ഞിട്ട് അതിന്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് 15 ലക്ഷം രൂപ ഒരു റോഡ് ഒരു പ്രൈവറ്റ് വ്യക്തിക്ക് വേണ്ടി അയാൾ ഉണ്ടാക്കുകയാണ്. അതായത് മനോജ് നോക്കൂ, നമ്മൾ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് 2 പ്രതികരണം കൂടി എനിക്ക് വരാം. എന്തായാലും അയ്മനം പഞ്ചായത്തിൽ ആ പാലം നിർമ്മിക്കേണ്ടത് ആവശ്യമാണ്. പാലം നിർമ്മിച്ചില്ലെങ്കിൽ ഇനിയും കൂടുതൽ കുട്ടികൾ താഴെ പോകുമെന്നുള്ളൊരു ഭയമുണ്ട്. ഭയമുണ്ട് സാറേ. ഇപ്പൊ ഈ വ്യക്തികളുടെയൊക്കെ മക്കൾ എവിടെയാ പഠിക്കുന്നതെന്ന് എവിടെയാ പഠിപ്പിച്ചേക്കുന്നതെന്നും കൂടെ പറയിപ്പിക്കുക. ഈ മെമ്പറിന്റെ ഒക്കെ മക്കൾ എവിടെയാ പഠിക്കുന്നത്, അല്ല അവരുടെയൊക്കെ മക്കൾ. അതായത് മനോജ് നിങ്ങളുടെ ഒന്നും മക്കൾ പഠിക്കുന്നത് ഇത്തരം സ്കൂളുകളിലല്ല എന്നാണ് ഒരു ആരോപണം. നിങ്ങളുടെ മക്കളൊന്നും പഠിക്കുന്നത് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉള്ള പാലത്തിലൂടെ പോയിട്ടോ വഴികളിലൂടെ അല്ല എന്നാണ് ഇവർ പറയുന്നത്. മൈക്കില്ല, നിങ്ങൾ ആരോടായി സംസാരിക്കുന്നത്? കേൾക്കുന്നില്ല. ഞാൻ വരുന്ന സമയത്ത് മനോജിന്റെ മക്കളോ എനിക്ക് 3.5 കൊല്ലമേ ആവശ്യമുള്ളൂ. വാർഡിന്റെ സമഗ്ര അവർ ചോദിച്ച ചോദ്യം ഇതാണ്, നിങ്ങളുടെ മക്കൾക്ക് ഇതേപോലെയുള്ള ബുദ്ധിമുട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഇല്ല, ബുദ്ധിമുട്ടില്ല. എന്റെ മക്കൾ തന്നെയാണ് അവര്, എന്റെ മക്കളെ പോലെ തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്റെ മക്കള് പുറത്തു പോയി പഠിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവര് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ UDF-ന്റെ ഭരണ സംവിധാനമായിരുന്നു. ഒന്ന് നടക്കാൻ പോലും നടവഴിയില്ലാതെ ഞങ്ങൾ സഞ്ചരിച്ചു. ഞാനൊക്കെ ഒരുപാട് മുട്ടറ്റം ചെളിക്കാത്ത താന്നാണ് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അത് ഞാൻ വരുമ്പോൾ ഒരടിസ്ഥാന വികസന സൗകര്യങ്ങളും ഇല്ലാതെ വാർഡില് ഇപ്പം 17 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി. 17 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ഒരു CPI കാരൻ തന്നെയാണ്. നിങ്ങൾ അനാവശ്യം പറഞ്ഞു, ചാനല് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരാണ് ഈ രാജിവെച്ച് പ്രയോഗങ്ങൾ പാലമാണ് വിഷയം. പക്ഷേ പാലം വലിയ വിഷയമാണ്. 27 കുട്ടികൾ, അതിൽ 8 കുട്ടികളെന്ന് പഞ്ചായത്ത് തന്നെ പറയുന്നു. ആ കുട്ടികളിൽ പലരും ആ പാലമില്ലാത്തത് കാരണം പഠിക്കാൻ കൂടുതൽ ദൂരെയുള്ള സ്കൂൾ തേടി പോകേണ്ടി വരുന്ന അവസ്ഥ, ഇനിയും മുതിർന്നവർക്കും കുട്ടികൾക്കും ആ പാലം വഴി സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥ, അതൊരു ഉദാഹരണമായി എടുത്താൽ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് സംവിധാനത്തിന് ഇടപെടാൻ കഴിയാതെ പോകുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. എന്റെ ചോര തിളയ്ക്കുന്നു അയ്മനം പഞ്ചായത്തിൽ നിന്നാണ് തത്സമയം. ചേച്ചി, മൊത്തം പഞ്ചായത്തിൽ ഈ പാലത്തിന്റെ ചോദിച്ചല്ലോ, അതായത് ഈ പഞ്ചായത്ത് മെമ്പറുടെ മക്കളൊക്കെ എവിടെയാണ് പഠിക്കുന്നത്, അങ്ങോട്ട് പരാതി നിങ്ങൾക്കുണ്ടോ? അതായത് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുള്ളൂ, ഇവർക്കൊന്നും ബുദ്ധിമുട്ടില്ല. അത് കറക്റ്റാ. എല്ലാവർക്കും സാധാരണക്കാർക്കല്ലേ ബുദ്ധിമുട്ട് വരത്തുള്ളൂ, വലിയ വലിയ ആൾക്കാർക്ക് ആർക്കും ബുദ്ധിമുട്ട് വരത്തില്ല. അവനോന്റെ മക്കളാന്ന് കരുതി എല്ലാരും ചെയ്യുവാണ്, ഇതെല്ലായിടവും വികസിക്കും. ഞാനൊരു വലിയ ആളല്ല, ഞാനൊരു സാധാരണക്കാരനാണ്. ആ മിനിയെ കണ്ട് 1-ാം വാർഡിലെ മനോജ് കണ്ടു പഠിക്കണം, അത്ര എനിക്ക് പറയാനുള്ളത്. അതായത് ഈ പഞ്ചായത്തിൽ വേറെ വാർഡ് മെമ്പറുണ്ട്. നമസ്കാരം. വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളുടെ തന്നെ മെമ്പറാണ്. ചോദിച്ചുള്ളൊരു വീട് ചോദിച്ചില്ലല്ലോ, ഇത്രയും ബഹളം നടത്തുന്നത്. പാലമേ ചോദിച്ചുള്ളൊരു വീട് വേണമെങ്കിൽ ഞങ്ങൾ ഈ സ്കൂൾ വിട്ട് പോകത്തില്ല. അതായത് ഈ സ്കൂൾ നല്ല മോഡി സ്കൂൾ ഇഷ്ടമാണോ? സ്കൂൾ ഇഷ്ടമാണോ? ആ സ്കൂള് മക്കൾക്കൊക്കെ ഇഷ്ടമായിരുന്നു. തൊട്ടടുത്തുള്ള സ്കൂളാണ്. എന്റെ മൂത്ത മകൻ അവിടെ ഗുരുമന്ദിരത്തിൽ പൂജ ചെയ്യുന്നു. പൂജയും കൂടെ മുടങ്ങി പോകണം. കൊണ്ടുപോകുമ്പോ ഞാൻ 2 പേരെയും കൂടെ കൊണ്ടുപോകും. ഇപ്പോൾ നമ്മള് 17 കോടി രൂപയുടെ വികസന 3.5 വർഷം കൊണ്ട് നമ്മൾ നടത്തിയിരിക്കുകയാണ്. യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്.
ജീവനക്കാർ വരെ വരുന്നറിയാവാ തൊഴിലുറപ്പ് ജീവനക്കാർ വരെ ഇക്കരെ പാടത്ത് പണിയാനാൻ വരുന്നതാണ് തൊഴിലുറപ്പിന് വേണ്ടിയിട്ട്. അതിന് പോലും പറ്റുന്നില്ല. അത്ര പോലും പറ്റുന്നില്ല. ഇപ്പൊ തൊട്ടടുത്തായിരുന്നെങ്കിൽ 1 കിലോമീറ്റർ താഴെ ദൂരമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇപ്പൊ 5 കിലോമീറ്റർ ദൂരമുണ്ട്. 1 കിലോമീറ്റർ പോലും ഇല്ല. ഇപ്പൊ മോൻ പഠിക്കാൻ പോണെങ്കിൽ 5 കിലോമീറ്റർ ദൂരത്തിലേക്ക് പോകണം. അതാണ് അവസ്ഥ. ഞങ്ങൾ നടന്നു വരുന്ന വഴി സാർ ഒന്ന് കാണണം. ആ വഴി മോശമാണ്. വഴി തീരെ മോശം. എന്താ പറഞ്ഞോ? വഴിയിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. 5 വർഷം മുന്നേ 1 ലക്ഷം രൂപ സുജിത മെമ്പർ ആരോ ചെയ്ത ഒരു വർക്ക് അല്ലാതെ ഒന്നും ചെയ്തില്ല. നടക്കാൻ പറ്റില്ല. ഒരു വഴി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നടന്നു പോകാൻ ഒരു മാർഗവും ഇല്ല. വരാൻ മടിച്ചത് മഴ പെയ്താൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടാവും. മഴ പെയ്തിട്ട് ഇപ്പൊ ഞങ്ങൾ നടന്നു വന്നത് ഒരു കണക്കിന് ഞങ്ങൾ നടന്നു വന്നത്. മഴ പെയ്താൽ വളരെ ബുദ്ധിമുട്ടാണ്. അതെ മെമ്പറെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞോ. ഇത് രാഷ്ട്രീയമായിട്ട് ആരും കാണരുത്. ഞാൻ ഇവിടെ 13 വർഷം ഈ മഴക്കാലം വന്നോണ്ടിരിക്കുക. ദൂര സ്ഥലങ്ങളിൽ നിന്നാണ് സാറുമാരും ടീച്ചർമാരും വരുന്നത്. ഞാൻ 30 രൂപ കൊടുത്ത് കോൾഡിച്ചറെ 1 കിലോമീറ്റർ ഇല്ല കോൾഡിച്ചറെ കൊണ്ട് ഇറക്കിയിട്ട് 3 കിലോമീറ്റർ നടന്നു വേണം ഈ സ്കൂളിൽ പോകാൻ. അത് താങ്കൾ മനസ്സിലാക്കണം. ആദ്യം 3 കിലോമീറ്റർ നടന്നു വേണം ഈ സ്കൂളിൽ പോകാൻ. ഓട്ടോറിക്ഷ രാവിലെ ഇല്ലെങ്കിൽ ഇവരുടെ ഗതി ഭയങ്കര മോശം. ഓട്ടോറിക്ഷ ഇല്ലെങ്കിൽ ഈ ടീച്ചർമാർക്ക് പോലും സ്കൂളിൽ വരാൻ പറ്റത്തില്ല. സ്കൂളിൽ വരാൻ 10 മണിയാകുമ്പോൾ എന്നാലും സ്കൂൾ തുടങ്ങണമല്ലോ, പഠിത്തം തുടങ്ങണം. പലപ്പോഴും 10 മണിക്ക് വരാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഇത് രാഷ്ട്രീയമായിട്ട് ആരും കാണരുത്. ഇത് പറയുന്നത് 13 വർഷമായിട്ട് ഞാൻ ഇവിടെ ഓട്ടോ ഓടിക്കുന്ന ടീച്ചർമാർക്ക് വേണ്ടിയിട്ട് ഓട്ടോ ഓടിക്കുന്നുണ്ട്. ടീച്ചർമാർക്ക് വേണ്ടിയല്ല, എല്ലാവർക്കും വേണ്ടി ഓട്ടോ ഓടിക്കുന്ന വ്യക്തിയാണ്. 3 കിലോമീറ്റർ വേണം ചീപ്പിംഗ് കരിമട സ്കൂൾ വരെ. മഴക്കാലം തുടങ്ങാൻ പോവാണ്. ഈ ടീച്ചർമാർ വന്നാലേ പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അതിനെന്തെങ്കിലും ആദ്യം ഒരു മാർഗം കണ്ടുപിടിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു നിമിഷം പറഞ്ഞോ. മെമ്പറായിരുന്ന സമയത്ത് പോലീസ് പ്രൊട്ടക്ഷനോട് കമ്മിറ്റി കൂടിക്കൊണ്ടിരുന്നത് അറിയാം. ഇങ്ങനെ മെമ്പറായിരുന്ന സമയത്ത് പോലീസ് പ്രൊട്ടക്ഷനോട് പൈമൽ പഞ്ചായത്ത് കമ്മിറ്റി കൂടിക്കൊണ്ടിരുന്നത്. ഇവിടെ നിന്നൊരു അഭിപ്രായം വന്ന് ഏതോ യൂട്യൂബറോ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ പാലം പണിയാൻ തയ്യാറാണ്. അങ്ങനെ ആരെങ്കിലും സന്നദ്ധമാണെങ്കിൽ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്താണ്. തീർച്ചയായിട്ടും കരിമ്പടം ഭാഗത്ത് ഞാൻ അവിടുത്തെ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയും ഇപ്പോഴും 12 വർഷമായിട്ട് അവിടുത്തെ സംഘടനാ ചുമതലയുള്ള ലോക്കൽ കമ്മിറ്റിയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു അനുവാദം മതിയെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്ത് തീർച്ചയായിട്ടും അത് പിന്നെ കഴിഞ്ഞ 5 വർഷക്കാലം അവിടെ NDAയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. സമത്വ മുന്നണിയുടെ സിറ്റിംഗ് സീറ്റാ. ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ഇവർ സ്ഥാനാർത്ഥിനെ നിർത്തിയില്ല? ഈ തെരഞ്ഞെടുപ്പിന് ഇവർക്ക് സ്ഥാനാർത്ഥി പോലും ഇല്ലായിരുന്നു. അല്ല, ഇവിടെ BJPക്ക് അവരുടെ സിറ്റിംഗ് സീറ്റ് 5 വർഷം ഭരിച്ച സമത്വ മുന്നണിയുടെ സുജിത എന്ന് പറഞ്ഞ മെമ്പർ ജയിച്ച സ്ഥലത്ത് എന്തുകൊണ്ട് ഇവർ സ്ഥാനാർത്ഥിനെ പോലും നിർത്തിയില്ല? എന്റെ ചോദ്യം ഇതാണ്. കരിമടം എന്ന് പറയുന്ന 1ാമത്തെ വാർഡിലെ സീറ്റായിരുന്നു അത്. സിറ്റിംഗ് സീറ്റാ. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർ സ്ഥാനാർത്ഥിനെ പോലും നിർത്തിയില്ല. വാർഡാണ് 1ാം വാർഡ് എന്ന് പറഞ്ഞ 8 പാർട്ടി. ഒരു നിമിഷം സോജി. ആന്റണി, നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറാണ് കരിമടത്തെ ഈ പാലം നിൽക്കുന്ന വാർഡ് തുടർച്ചയായിട്ട് 5 വർഷം ഭരിച്ചത്, ശരിയല്ലേ? ആ 5 വർഷം ആ പാലത്തിന്റെ കൈവരി ബലപ്പെടുത്താനോ ആ പാലം പുനർനിർമ്മിക്കാനോ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? എന്റെ ചോദ്യം BJP-യോടാണ്, താങ്കളോടാണല്ല. താങ്കൾ BJP സപ്പോർട്ട് ചെയ്യരുത്, താങ്കൾ കോൺഗ്രസ്. എന്റെ ചേട്ടാ പറഞ്ഞോ. വീടിയുടെ ചേട്ടാ പഞ്ചായത്ത് മെമ്പറല്ലേ? സുജിത മെമ്പർ എന്ന സമയത്ത് 5 ലക്ഷം രൂപ 8 ലക്ഷം രൂപ ആ പാലത്തിന് ഭരണാനുമതി കിട്ടിയതാ. അതിനുശേഷം അവർ ഇറങ്ങുന്ന സമയത്ത് ഈ മനോജ് ഇരിക്കുന്ന സമയത്ത് 8 ലക്ഷം രൂപയുണ്ട്. അത് റിവൈസ് ചെയ്യാം. അന്നത്തെ സമയത്ത് ഈ ചെറിയ പാലത്തിന് ഒരു ഓട്ടോറിക്ഷ കയറുന്ന ഒരു പാലമാണ് അവർ പ്ലാൻ ചെയ്തിരുന്നത്. അതനുസരിച്ച് അതിന് ഭരണാനുമതി കിട്ടിയതാ. പക്ഷെ അതിന് കോൺട്രാക്ടേഴ്സ് വർക്ക് എടുത്തില്ല. അതിനുശേഷം മനോജ് വന്നു. മനോജ് വരുമ്പോൾ ആ ഫണ്ട് റിവൈസ് ചെയ്തിരുന്നെങ്കിൽ ആരെ കൊണ്ടെങ്കിലും അത് പണിയിപ്പിക്കാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചാനൽ ചർച്ചയാണ് നടത്തുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു ചാനൽ ചർച്ചയാണ്. ചുമ്മാതെ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ള ആ ഒരു രീതി പറ്റില്ല. ഈ പാലം എത്ര കാലത്തിനുള്ളിൽ നിർമ്മിച്ചു കൊടുക്കാൻ പഞ്ചായത്തിന് പറ്റും? പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറയട്ടെ. ഞാൻ അവിടെ പഞ്ചായത്ത് മെമ്പറായിട്ട് അധികാരത്തിൽ വരുന്ന സമയത്ത് യാതൊരു അടിസ്ഥാന സൗകര്യ വികസനങ്ങളും ഇല്ലായിരുന്നു. ഇടതുപക്ഷത്തിന്റെ MLA പ്രിയപ്പെട്ട സുരേഷ് കുറുപ്പ്, സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വാസവൻ ചേട്ടനെ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ചേച്ചി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രതീഷ് ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ ഉപയോഗിച്ച് 17 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ 3.5 കാലത്തിനുള്ളിൽ
കരീമഠത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നടത്തി. 18 കിലോമീറ്റർ ചുറ്റളവാണ്. പാലത്തിന്റെ പണി എന്ന് നടക്കും അത് ഞാൻ പറഞ്ഞു വരാം, അതിലോട്ടാണ് ഞാൻ വരുന്നത്. 18 കിലോമീറ്റർ ചുറ്റളവാണ് എന്റെ വാർഡ്. 18 കിലോമീറ്റർ ചുറ്റളവാണ്. നമ്മുടെ പഞ്ചായത്തിന്റെ 18 കിലോമീറ്റർ ആണ് ആ വാർഡ്. കൃത്യമായിട്ട് നമ്മള് എന്തോരം ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്റെ പ്രിയ സുഹൃത്തുക്കൾ, വാദ്യമേഖലയാണ് ഇവർ ഉദ്ദേശിച്ചത്. വാദ്യമേഖലയിലെ എന്റെ പ്രിയ സുഹൃത്തുക്കൾ, നാട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും അവർ വന്ന് മറുപടി പറയണം. വാദ്യമേഖലക്കാര് മനുഷ്യരല്ല, അവിടെ ഒരു ജനസമൂഹം. എന്റെ ചോദ്യം, ഈ പാലം പണി നടക്കോ ഇല്ലയോ? ഈ പാലം പണി നടക്കും. എത്ര കാലത്തിനുള്ളിൽ? എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ ചാനലിൽ ഞാൻ 6 മാസത്തിനുള്ളിൽ തരാമെന്ന് എന്നോട്, ഞാനൊരു സാധാരണക്കാരനാണ്, എന്നോട് അവർ ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ 6 മാസം എന്ന് പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ ദിവസം ചാനലിൽ ഈ പണി നിർത്തിയിട്ട് ഇറങ്ങി പോടോ എന്ന് നമ്മുടെ പ്രധാനപ്പെട്ട അരുൺകുമാർ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് തെറ്റുപറ്റി. ഈ പണി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് കൃത്യമായിട്ടും ഞാൻ ഈ വാർഡിൽ നിന്നും ജനങ്ങൾ എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പാലം പണി സമയബന്ധിതമായിട്ട് നമ്മൾ അവിടെ വാർക്കൽ പാലം നമ്മൾ പണി പൂർത്തിയാക്കിയിരിക്കും. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു കാരണവശാലും അതിനകത്ത് അയ്മനത്തുനിന്ന് യാത്രയാവാം. അയ്മനത്തെ ഈ പഞ്ചായത്തിന്റെ പാലം ഒരു അത്ര വലിയ വിഷയമാണോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാവും. പക്ഷേ അത് നമ്മുടെ പ്രതിനിധികളും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും കൊടുക്കുന്ന വാക്ക് പാലിക്കാനുള്ളതാണ് എന്ന് തിരിച്ചറിയിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ഇന്ന് അയ്മനത്തു നിന്നും പ്രേക്ഷകർക്കൊപ്പം ചേർന്നത്. അതിലും രാഷ്ട്രീയമുണ്ട്. ഇരു മുന്നണികളും തമ്മിൽ പരസ്പരം കലഹിച്ചത് നിങ്ങൾ കണ്ടു. പക്ഷേ അവിടെ നിന്നും വെള്ളത്തിൽ പോയ ആ 2 കുട്ടികൾ, അതിലൊരാൾ ഇവിടെ നമുക്കൊപ്പമുണ്ട്, ആയുഷ്. ആ കുട്ടിയുടെ മനസ്സിലുള്ള ഭീതി, ആ കുട്ടിക്ക് നടക്കാനുള്ള ഒരു പാലം, അത് ഈ പഞ്ചായത്തിൻ്റെയും ഈ പൊതുജനങ്ങളുടെയും ഒരു സംവിധാനമാണ്. അവരുടെ ഉറപ്പ് നൽകേണ്ട ഒന്നാണ്. അത് ഉറപ്പ് നൽകാൻ പാലിക്കുന്നില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട് നമ്മുടെ സംവിധാനത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അയ്മനം പഞ്ചായത്തിന്റെ ഭാവി എങ്ങനെയാണ് എന്ന് വലിയൊരു ചോദ്യചിഹ്നം കൂടി അവശേഷിക്കും. പക്ഷേ എങ്കിലും പഞ്ചായത്ത് ഇപ്പോൾ ഉറപ്പ് നൽകുന്നു, സമയബന്ധിതമായി അത് പൂർത്തിയാക്കും. ആ ഉറപ്പിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അയ്മനത്ത് നിന്ന് യാത്രയാവുന്നു. വീണ്ടും അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി നമ്മൾ മറ്റൊരിടത്തെത്തും. എന്റെ ചോര തിളയ്ക്കുന്നു. ഗുഡ് നൈറ്റ്, ശുഭരാത്രി.